എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 കേരള അസംബ്ലി ഇലക്ഷൻ നടക്കാൻ ഇനി ഏകദേശം കഷ്ടിച്ച് 1 വർഷവും 2 മാസവും മാത്രമാണ് ബാക്കിയുള്ളത്. പിണറായി വിജയൻ തുടർച്ചയായി 2ാം വർഷം അധികാരത്തിൽ തുടരുകയാണ്. അപ്പോൾ കടുത്ത ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തിയിരുന്നു. അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ, കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്ക് എത്ര സീറ്റ് വെച്ച് കിട്ടുന്ന ഒരു സർവേ നടന്നിരുന്നു. അതിൽ BJPക്ക് 32 സീറ്റ് വരെ ഇന്ത്യ ടുഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP എതിർക്കുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമം നടത്തിയ സർവേയിലാണ് BJPക്ക് കേരളത്തിൽ 2026 32 സീറ്റ് വരെ കിട്ടുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നു. അപ്പോൾ അവർ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ 2024 നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 11 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ഒന്നാമതെത്തി. അതായത് 9 മണ്ഡലത്തിൽ BJP രണ്ടാമതെത്തി. ഈ രണ്ടാമത് എത്തിയ മണ്ഡലം ഉണ്ടല്ലോ, 9 മണ്ഡലമുണ്ട്. അതായത് മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, ഹരിപ്പാട്, കായംകുളം, വർക്കല, തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഈ 9 മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്താണ്. അപ്പോൾ 2ാം സ്ഥാനം 1ാം സ്ഥാനം തമ്മിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് വളരെ ചുരുക്കം. അതായത് എന്താ പറയുക, ഹരിപ്പാടും കായംകുളത്തൊക്കെ 1000-1500 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. അതായത് വർക്കലയ്ക്ക് 5000, ട്രിവാൻഡ്രത്ത് 4000 വോട്ടിൻ്റെ, അത് വളരെ ചുരുക്കം ചില വോട്ടുകൾക്കാണ് 2ാം സ്ഥാനവും 1ാം സ്ഥാനം തമ്മിലുള്ള ഡിഫറൻസ്. അതായത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന 11 മണ്ഡലം ഉണ്ടല്ലോ BJP, ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന 11 കോൺസ്റ്റിറ്റ്യുവൻസിലും BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. പിന്നെ രണ്ടാമത് നിൽക്കുന്ന 9 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ൽ താഴെയാണ് മിക്കതും. അപ്പോൾ ഇതൊക്കെ BJPക്ക് അടുത്ത തവണ കവർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ അന്ന് നടന്ന, അതായത് 2026 പാർലമെൻറ്റ് ഇലക്ഷനിൽ നടന്ന വോട്ടിംഗ് പാറ്റേൺ 2026 നടന്നു കഴിഞ്ഞാൽ BJPക്ക് 20 സീറ്റ് ഷൂറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ BJPക്ക് 32 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. ജനങ്ങൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ BJPക്ക് അങ്ങനത്തെ ഒരു മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നതിലും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഈ 2 മുന്നണികളെയും ശരിക്കും മടുത്തു. ഇവരുടെ കാപട്യം ശരിക്കും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതായത് കാലാകാലങ്ങളായിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് ശരിക്കും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതായത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ വഖഫ് എന്ന വിഷയമുണ്ടല്ലോ. വഖഫ് ശരിക്കും ആരെ കൊണ്ടുവന്നത്? കോൺഗ്രസ്സാണ് കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, മുൻപത്തെ ആ ഒരു വിഷയം കാരണം വഖഫ് വന്നുകൊണ്ട് ശരിക്കും രാജ്യം വഖഫ് ബിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ എന്താ പറയുക, കോൺഗ്രസ്സുകാർ ശരിക്കും എക്സ്പോസ്ഡ് ആയിപ്പോയി. ആ മുനമ്പം വിഷയത്തിൽ തന്നെ ശരിക്കും ഹൈബീഡനും കോൺഗ്രസ്സൊക്കെ ശരിക്കും എക്സ്പോസ്ഡ് ആയിപ്പോയി. അപ്പോൾ അവരുടെ കൂടെ നിന്നത്, അവരുടെ കണ്ണീരൊപ്പിയത് BJP ആണ്. അപ്പോൾ BJPക്ക് ഇത്ര ക്രിസ്ത്യൻ സമൂഹം മൊത്തമായിട്ട് BJPക്ക് വോട്ട് ചെയ്താൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ് അവർക്കൊരു അഭയം, ഒരു ആശ്വാസം. BJPക്ക് മാത്രമേ ഇനി അവരെ രക്ഷിക്കാൻ പറ്റൂ എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നടങ്കം BJPക്ക് വോട്ട് ചെയ്യും 2026. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത്, അതായത് സർവേ നോക്കണ്ട, സർവേയിൽ 32 സീറ്റ് വരെ പറയുന്നുണ്ട്, പക്ഷേ ഏറ്റവും കുറഞ്ഞത് 20 സീറ്റ് വരെ BJPക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ മൊത്തം മാറി, അതായത് മൊത്തം ഇക്വേഷൻ മൊത്തം മാറിയില്ലേ. അതായത് 140 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 20 സീറ്റ് BJP കിട്ടി കഴിഞ്ഞാൽ BJP തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്, അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഒരു 10 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ ഇക്വേഷൻ മാറും. അപ്പോൾ BJPയുടെ പിന്തുണ ഇല്ലാതെ ഒരു പാർട്ടിക്ക് ഇവിടെ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ BJPക്ക് ഒരു 20 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്ടാവുന്നത്, കോൺഗ്രസും CPM ഒരുമിച്ച് ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലെങ്കിൽ BJPയുടെ പിന്തുണ കൂടെ കോൺഗ്രസോ CPM ചേർന്ന് ഭരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പിണറായി വിജയൻ CPMൻ്റെ ഒരു നയരേഖ പുറത്തുവിട്ടില്ല കഴിഞ്ഞ ദിവസം. CPM ഒരു നയരേഖ പുറത്തുവിട്ടില്ല കഴിഞ്ഞ ദിവസം. അതായത് BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയല്ല. BJPക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. BJP നല്ല പാർട്ടി എന്ന രീതിയിൽ ഒരു നയരേഖ കഴിഞ്ഞ ദിവസം എന്താ പറയുക CPM പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് CPM എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അവർക്കറിയാം BJP ഇൻ കേസ് ഒരു 20 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ BJPയും കോൺഗ്രസും ചേർന്ന് എന്തായാലും കേരളം ഭരിക്കില്ലല്ലോ. അപ്പോൾ പിന്നീട് ഓപ്ഷൻ CPM എന്താ പറയുക, ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP CPMനെ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മുന്നണിയായിട്ട് ഭരിക്കുക. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, കേരള പൊളിറ്റിക്സ് മൊത്തം കലങ്ങി മറിയാൻ പോവുകയാണ്. BJP അവിടെ ഒരു തേർഡ് ഓപ്ഷൻ, ആൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് വരാൻ പോവുകയാണ്. അതായത് കോൺഗ്രസിന് ബദലായിട്ട് എന്താ പറയേണ്ടത്, CPMനെ എതിർക്കാൻ വേണ്ടി ഇവിടുത്തെ വോട്ടർമാർ കാണുന്നത് BJP ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, BJP എന്താ പറയേണ്ടത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടിയായി, ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടുന്ന ഒരു പാർട്ടിയായി മാറാൻ സാധ്യതയുണ്ട്. അതായത് 2024 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ CPIക്ക് 6% വോട്ടാണ് കിട്ടി.
CPM-ന് 25%, കോൺഗ്രസ്സിന് 35%, ലീഗിന് 6%. BJPക്ക് അവിടെ എന്താ പറയുക, BJPക്ക് അവിടെ 17% വോട്ട് കിട്ടി. ഈ 17% ഒരു 7% കൂടി കഴിയുന്ന ആലോചിച്ച് നോക്കിയാൽ 24%. അത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. അതായത് ഒരുപാട് സീറ്റ് BJP കിട്ടും, 20ഓളം സീറ്റ് BJP കിട്ടും. നമുക്കറിയാം ഡൽഹി ഇലക്ഷനിൽ കണ്ടില്ലേ, ഡൽഹി ഇലക്ഷനിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വിട്ട് നോക്കുകയാണെങ്കിൽ അതായത് ആം ആദ്മി പാർട്ടിയും BJP തമ്മിൽ 1-2 വോട്ട് ഡിഫറൻസ് അത്രയേ ഉള്ളൂ. പക്ഷേ സീറ്റ് ഡിഫറൻസ് നോക്കി, അപ്പോൾ ഈ 17% BJPക്ക് ഒരു 7-8% വോട്ട് അധികം കിട്ടിക്കഴിഞ്ഞാൽ 25% അത് ഒരുപാട് സീറ്റ് BJP കിട്ടും. അത് വലിയ എന്താ പറയുക, കലങ്ങി മറിയും. കേരള രാഷ്ട്രീയം കലങ്ങി മറിയും തന്നെ പറയാം. അതായത് BJPക്ക് വേണമെങ്കിൽ CPM-നോട് ഭരിക്കാം. അതായത് BJPക്ക് അങ്ങനത്തെ എന്താ പറയുക, അങ്ങനെ ഒരു പാർട്ടിയുടെ തൊട്ടുകൂടായ്മയില്ല. BJP എന്ന് പറയുന്നത് അവിടുത്തെ കാശ്മീരിൽ PDP ആയിട്ടൊക്കെ ഭരിച്ചിട്ടുണ്ട്. പിന്നെയാണോ CPM, പിണറായി വിജയൻ്റെ CPM ആയിട്ട് ഭരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഭരിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇതിനായിട്ട് BJPക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് കേട്ടോ. കേരളം, അതായത് PC ജോർജിൻ്റെ വിഷയമൊക്കെ ശരിക്കും ഇവിടെ കത്തിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അത് PC ജോർജ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PC ജോർജ് ജയിലിൽ പോയത്? അതായത് തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിയെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ചത് കൊണ്ടാണ് PC ജയിലിൽ പോയത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ കത്തിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർ ക്യാമ്പയിനറായിട്ടുണ്ടല്ലോ. അപ്പോൾ അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിലുണ്ടല്ലോ, അവർ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ യോഗി ആയിരിക്കും BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിൻ കേരളത്തിലെ. അതായത് ഇത്തരത്തിൽ 2 മുന്നണികൾ എക്സ്പോസ് ചെയ്യുക, അതായത് അമിതമായ മുസ്ലിം പ്രീണനം നടത്തുന്ന ഈ 2 മുന്നണികളെയും എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യോഗിയെ പോലുള്ള ഒരാളെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ യോഗി ഇറക്കി. മഹാരാഷ്ട്ര ഇലക്ഷന് മുന്നേ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതായത് BJP NDA സഖ്യവും പിന്നെ അപ്പുറത്തെ കോൺഗ്രസിൻ്റെ സഖ്യവും ഏകദേശം തുല്യമായിരുന്നു പല സർവേകളും പറഞ്ഞത്. പക്ഷേ യോഗി വന്നപ്പോൾ പിക്ചർ അങ്ങ് മാറ്റിക്കളഞ്ഞില്ലേ, മൊത്തത്തിലങ്ങ് പിക്ചർ മാറ്റിക്കളഞ്ഞ യോഗിയായിരുന്നു. അതുപോലെ ഹരിയാനയിലെ പിക്ചർ മാറ്റിയത് യോഗിയാണ്, ഡൽഹിയിലെ പിക്ചർ മൊത്തം മാറ്റിയത് യോഗിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു യോഗി. അതുതന്നെയാണ് അമിത്ഷാ ഇവിടെയും പയറ്റാൻ പോകുന്നത്. കേരളത്തിലെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് യോഗി ആദിത്യനാഥ് വരും. PC ജോർജ് വിഷയം കത്തിക്കും. കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ BJPയിലോട്ട് ഒഴുകും. 20 സീറ്റോളം BJPക്ക് കിട്ടും. BJP ഭരണത്തിൽ പങ്കാളികളാകും, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായി ഈ 2 മുന്നണികളും കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണന, ഇവരുടെ എന്താ ഉഡായിപ്പ് ശരിക്കും മനസ്സിലായി. ശരിക്കും എക്സ്പോസ്ഡായി 2 മുന്നണികൾ ഈ വഖഫ് വിഷയത്തോടു കൂടി ശരിക്കും എക്സ്പോസ്ഡായി കേരള ജനങ്ങൾക്ക് മനസ്സിലായി. അതായത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിന് മനസ്സിലായി ഈ 2 മുന്നണി, കോൺഗ്രസ് ആയാലും CPM ആയാലും അവർ എന്താ പറയുക ഇസ്ലാമിക പ്രീണനം നടത്തിയെന്ന്. ഇവിടെ ഇസ്ലാമിക പ്രീണനത്തിന് വേണ്ടി ഏതറ്റം വരെയും അവർ വോട്ട് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അവസ്ഥയാണ്. അത് മറ്റു മതസ്ഥർ ഹിന്ദു വിഭാഗമായാലും ക്രിസ്ത്യൻ വിഭാഗമായാലും അവർക്ക് വേണ്ട. അതായത് എന്താ പറയുക ഇവരൊന്നും ശരിക്കും ഇവർക്ക് വേണ്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ക്രിസ്ത്യൻ സമൂഹം ഹിന്ദു സമൂഹം ഒന്നിച്ച് കഴിഞ്ഞാൽ BJPക്ക് ഇവിടെ ഒരു 10-30% വോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, മൊത്തം ഭരണങ്ങ് മാറും. മുമ്പ് സുരേന്ദ്രൻ പറഞ്ഞില്ലേ 32 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരളം BJP ഭരിക്കുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJPയുടെ കേന്ദ്രത്തിൽ എന്താ പറയുക, കേന്ദ്രത്തിൽ ഭരണമുണ്ട്. എന്താ പറയുക 20 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലും കേരളം ഭരിക്കുന്ന രീതിയിലേക്ക് BJP മാറും. എന്ന് വെച്ചാൽ BJPക്ക് അങ്ങനത്തെ ടാക്ടിക്സ് അറിയാം, എന്ത് കളിക്കണം, എവിടെ കളിക്കണം, എപ്പോഴൊക്കെ ഏതൊക്കെ കാർഡ് ഇറക്കണം എന്ന്. അങ്ങനത്തെ ആശാന്മാരാണ് BJPയുടെ കേന്ദ്ര നേതാക്കളെ ആരും കളി പഠിപ്പിക്കണ്ട. 20 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരളം BJP പുട്ടുപോലെ ഭരിക്കും. ഒന്ന് നോക്കിക്കോ. അതായത് അത്രയും വേറെ MLA-മാരോ വേറെ പാർട്ടിയെ വെച്ചിട്ട് ഇങ്ങോട്ട് ചാടിക്കാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പോലും BJP ചെയ്യും. അതിനുള്ള ആശാന്മാർ, അത്രയും കളികൾ അറിയുന്ന ആശാന്മാർ തന്നെയാണ് BJPയുടെ നേതൃത്വത്തിലിരിക്കുന്നത്. അപ്പോൾ അവന്മാരാരും കളി പഠിപ്പിക്കണ്ട. 20 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ BJP കേരളം ഭരിക്കും. മുമ്പ് സുരേന്ദ്രൻ പറഞ്ഞ മാതിരി 32 സീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അമിത്ഷായുടെ മാസ്റ്റർ പ്ലാൻ ഇതാണ്. 20 സീറ്റ് എന്തായാലും നേടും. പിന്നെ 20 സീറ്റിൽ മുകളിൽ കിട്ടുന്നതൊക്കെ ബോണസ് സീറ്റുകളായിരിക്കും. അപ്പോൾ ഇവിടെ PC ജോർജ് വിഷയം കത്തിക്കും. ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ BJPയിലേക്ക് അടുപ്പിക്കും. ആ 2 മുന്നണികളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, ഇവരുടെ ഇസ്ലാമിക പ്രീണനം, അമിതമായ ഇസ്ലാമിക അടിമത്വം എക്സ്പോസ് ചെയ്യാൻ വേണ്ടി സാക്ഷാൽ യോഗി ആദിത്യനാഥിനെ തന്നെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് BJP കേരളത്തിൽ അവതരിപ്പിക്കും. യോഗി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ക്യാമ്പയിൻ ചെയ്യും BJPക്ക് വേണ്ടിയിട്ട്. യുവമാർ ശരിക്കും എക്സ്പോസ്ഡ് ആവും. ശരിക്കും വൻ മാറ്റമുണ്ട്. യോഗി ഒരു സ്റ്റാർ ക്യാമ്പയിനറായി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വമ്പൻ ഇമ്പാക്റ്റ് ആയിരിക്കും. അതായത് അത്രയും ഫാൻസാണ്. ഇപ്പോൾ മോദിയെക്കാട്ടും BJPയുടെ തെരഞ്ഞെടുപ്പ്, ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് റാലി നയിക്കുന്നതും അതിന് ചുക്കാൻ പിടിക്കുന്നതും സാക്ഷാൽ യോഗി ആദിത്യനാഥാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 2026 കേരള രാഷ്ട്രീയം കലക്കി മറിക്കാൻ തന്നെയാണ് BJPയുടെയും യോഗിയുടെയൊക്കെ തീരുമാനം. അപ്പോൾ ആ ഒരു നിമിഷത്തിന്, അതായത് BJPക്ക് ഒരു 20 സീറ്റ് കിട്ടുന്ന ആ ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.